ബ്ലോക്ക് ബസ്റ്റർ മീഡിയയുടെ എല്ലാ സിനിമാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂരിലാണ്. അപ്പോൾ തൃശ്ശൂരിലെ നമ്പർ 1 പുലികളാണ്, യൂട്യൂബർമാരാണ് ഇപ്പോൾ എന്നെ പറയുന്നത്. ദാസേട്ടനെ പരിചയമില്ലാത്ത ആൾക്കാരുണ്ടാവില്ല. തൃശ്ശൂരിൽ ഇറങ്ങുന്ന എല്ലാ സിനിമകളും മുടങ്ങാണ്ട് കാണുന്ന വ്യക്തിയാണ് ദാസേട്ടൻ തൃശ്ശൂർ. ദാസേട്ടൻ നമസ്കാരം. നമസ്കാരം. പിന്നെ അത് ഇവൻ ടൈം ഓക്കെ, തൃശ്ശൂരിലെ ഒരു വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകൾ ചെയ്ത് വൈറലായിട്ടുള്ള വ്യക്തിയാണ് ടൈം ഓക്കെ രാകേഷ് അല്ലേ? രാകേഷ് ഭായ്, അപ്പോൾ നമ്മുടെ മമ്മൂക്കയുടെ മെഗാസ്റ്റാർ മമ്മൂക്കയുടെ ബ്രഹ്മാണ്ഡ സിനിമ ടർബോ റിലീസിന് ഒരുങ്ങാണ്. അപ്പോൾ എല്ലാ സിനിമാ പ്രേക്ഷകരും ഭയങ്കര കാത്തിരിപ്പാണ്. കാരണം ഇതൊരു ഫെസ്റ്റിവൽ മൂഡ് പടമാണ്, അടിച്ച് പൊള്ളിക്കാനുള്ള ഒരു പടമാണ്. അപ്പോൾ എങ്ങനെ നോക്കിയാണ് ദാസേട്ടൻ ഒരു മമ്മൂക്കയുടെ ഡൈ ഹാർട്ട് ഫാനാണ്. 10-30 വർഷമായിട്ട് മമ്മൂട്ടിനെ ആരാധിക്കാൻ നെഞ്ചോട് തീർത്തിട്ടുള്ളൊരു വ്യക്തിയാണ്. മമ്മൂക്കനെ കുറിച്ചുള്ള എന്താണ്? ഞാൻ പറയാം ബാബു, ഏകദേശം ഒരു 40 വർഷത്തിന് മുകളിലായി, 40-42 വർഷം. അതായത് മമ്മൂക്ക എന്നാണ് മലയാള സിനിമയിൽ വന്ന അന്ന് മുതൽ ഞാൻ മമ്മൂട്ടിയുടെ ഒരു ഡൈഹാർഡ് ഫാനാണ്. അന്ന് മുതൽ ഇന്ന് വരെ എല്ലാ സിനിമകളും കാണും, മമ്മൂക്കയുടെ എല്ലാ സിനിമകളും കാണും. പല സിനിമകളും 50-100 തവണ പോലെ കണ്ട സിനിമകളുണ്ട്. അമരം, വടക്കം വീരഗാഥ പോലുള്ള സിനിമകളൊക്കെ അത്രയധികം തവണ കണ്ടിട്ടുള്ള വ്യക്തിയാണ്. ആ മമ്മൂക്കയ്ക്ക് വേണ്ടി എന്ന് പറയുമ്പോൾ മമ്മൂക്കയുടെ അത്ര വലിയൊരു ഡൈഹാർഡ് ഫാനാണ്. ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഇപ്പോൾ 73 വയസ്സ് ഈ സെപ്റ്റംബർ 7-ാം തീയതി അദ്ദേഹത്തിന് 73 വയസ്സ് തികയാണ്. 73 വയസ്സിലും ആൾ വേറെ വ്യത്യസ്തമായുള്ള കഥാപാത്രങ്ങൾ ചെയ്തുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ധാരാളം ഇപ്പോൾ എതിരാളികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ പോകണില്ല, പക്ഷേ അതിലൊക്കെ ഇങ്ങനെ നോക്കിക്കാണും. അതിലേക്ക് നമ്മൾ കടക്കാൻ താല്പര്യപ്പെടുന്നില്ല. അതൊക്കെ 1-2 പേര്, ഹസ്ബൻഡിൻ്റെയും വൈഫിൻ്റെയും ചില അവർ തമ്മിലുള്ള ഒരു പ്രശ്നങ്ങൾ, അതൊക്കെ കുത്തിപ്പൊന്തിക്കാൻ പലരും ശ്രമിക്കുന്നു എന്ന് മാത്രം. അതൊന്നും നമ്മൾ ഞാനിപ്പോൾ മമ്മൂക്കയുടെ ഒരു ഡൈഹാർഡ് ഫാനായാലും ലാലേട്ടനെയും അത്രമാത്രം ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ്. അതുപോലെ മറ്റുള്ള നടന്മാരെ എല്ലാവരെയും നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നല്ലൊരു സിനിമയാണെങ്കിൽ ആ സിനിമകളെ പ്രൊമോട്ട് ചെയ്യാറുണ്ട്. ഒരു സിനിമയിൽ ഇടിച്ച് താത്തി സംസാരിക്കാൻ വരാറില്ല. ഇപ്പോൾ തന്നെ നമ്മളൊരു സിനിമ കണ്ട് വന്നിരിക്കുകയാണ്, പക്ഷേ ആ സിനിമയെക്കുറിച്ച് നമ്മൾ അഭിപ്രായം പറയുന്നില്ല. കാരണം ആ സിനിമ എനിക്ക് വേണ്ടത്ര ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ആ സിനിമയെക്കുറിച്ച് ഞാൻ വിമർശിക്കാൻ നിൽക്കുന്നില്ല. കാരണം വളരെയധികം ആളുകളുടെ പ്രവർത്തന ഫലമായിട്ടില്ല, കൂട്ടായ പ്രവർത്തനം ഫലമായിട്ടാണ് ഒരു സിനിമ ഇറങ്ങുന്നത്. രാകേഷും അതുപോലെ തന്നെ സിനിമകൾ മോശമാണെങ്കിൽ മോശം സിനിമകൾ ഒരിക്കലും റിവ്യൂ ചെയ്യാറില്ല അല്ലേ? അല്ല, മോശം സിനിമ റിവ്യൂ ചെയ്യുക എന്നുള്ളതല്ല. ഒരു സിനിമേനും എൻ്റെ വാക്കുകളിലൂടെ അല്ലെങ്കിൽ എൻ്റെ വീഡിയോകളിലൂടെ ഒരിക്കലും ഞാൻ നിലം പതിപ്പിക്കാറില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ സിനിമ ഫീൽഡിന് അല്ലെങ്കിൽ സിനിമ ആർട്ടിസ്റ്റുകളെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഏതൊരു സിനിമയ്ക്കും നല്ലൊരു അഭിപ്രായം എൻ്റെ വീഡിയോയിലൂടെ കാണിക്കാനാണ് ഞാൻ കൂടുതൽ ആഗ്രഹിച്ചിരിക്കുന്നത്. എന്നെ സംബന്ധിച്ച് ഈ യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ ഇതിലേക്ക് വരുമ്പോൾ സിനിമ മേഖലയിൽ അല്ലെങ്കിൽ സിനിമ എന്ന് പറയുന്ന ആ ഒരു ഇൻഡസ്ട്രീനെ അത്രമാത്രം ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഇവിടെ ഞാനൊരു ഫാൻസ് ബേസ് ഇല്ല. അതായത് എനിക്ക് മലയാളം സിനിമയിൽ ഒരു നടനോടും പ്രത്യേക കമ്മിറ്റ്മെൻ്റ് ഇല്ല. എന്ന് വെച്ചാൽ വ്യക്തിപരമായിട്ട് എനിക്ക് ആരെയും അറിയാറില്ല, അറിഞ്ഞിട്ടില്ല. എല്ലാവരും എനിക്കിഷ്ടമാണ്. എല്ലാ നടന്മാരും ഇപ്പോൾ പുതിയതായിട്ട് കയറി വന്ന ഒരാളാണെങ്കിലും മുന്നേ നിന്ന ഒരാളാണെങ്കിലും മമ്മൂട്ടി, മോഹൻലാൽ, ഇന്ദ്രിയത്ത്, പൃഥ്വിരാജ്, ഫഹദ് ഫാസിൽ, ദിലീപ്, അങ്ങനെ എല്ലാവരും ഒരേപോലെ കാണുന്ന ഒരു വ്യക്തിയാണ്. എല്ലാവരുടെയും സിനിമ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ ചാനലിലൂടെ കൂടുതലായിട്ട് ഞാൻ ചെയ്യുന്നതും തിയേറ്റർ റെസ്പോൺസ് ആണെങ്കിലും എൻ്റെ പേഴ്സണൽ റിവ്യൂ ആണെങ്കിലും സിനിമ കഴിഞ്ഞാൽ 1 ദിവസത്തെ ആയാലും 2 ദിവസത്തെ ആയാലും സിനിമ തിയേറ്റർ കഴിയുന്ന അവസാനത്തെ ലാസ്റ്റ് ഷോ വരെ ഞാൻ എൻ്റെ വീഡിയോയിലൂടെ പ്രസൻറ്റ് ചെയ്ത് കൊടുക്കുന്നവരാണ്. കാരണം അന്ന് വരെയും ആ തിയേറ്ററിൽ ആളുകളുണ്ട് എന്നുള്ളത് ജനങ്ങളെ കാണിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് സിനിമ മേഖലയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ടൈം ഓക്കെ എന്ന് പറയുന്ന എൻ്റെ ചാനൽ. ദാസേട്ടനാണെങ്കിലും ഒരിക്കലും സിനിമകളെ വലിച്ചു കീറി ഉപദ്രവിക്കാറില്ല അല്ലേ? എന്താ പറയുക, വളരെ കുറഞ്ഞ 1-2 തവണ ചിലപ്പോൾ ചെയ്തിട്ടുണ്ടായിരിക്കും. അതിപ്പോൾ അത്രയും സഹിക്കാൻ പറ്റാത്ത സിനിമകൾക്ക് മാത്രം നമ്മൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരിക്കുള്ളൂ. പരമാവധി നമ്മൾ സപ്പോർട്ട് ചെയ്യാറുണ്ട്. ഞാനും ഒരു കലാകാരനാണ്, ഞാനും ഒരു ആർട്ടിസ്റ്റാണ്. ഞാനും കുറേ സിനിമകളിലും അതുപോലെ സീരിയലിലും അതുപോലെ തന്നെ 2 ടെലിഫിലിമിലും നായകനായിട്ട് അഭിനയിച്ചിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ ഇപ്പോഴും ഇനിയും ആ മേഖലയിൽ കൂടുതൽ തുടരാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായതുകൊണ്ട് നമ്മൾ ഒരിക്കലും അങ്ങനെ ഒരു നടനെയോ ആരും ഒരു സിനിമ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും അദ്ദേഹം ആ സിനിമ മോശമാവാനോ അല്ലെങ്കിൽ ഒന്നും വിചാരിക്കില്ല. സിനിമ ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം ജനങ്ങൾക്ക് അത് എത്രമാത്രം പ്രേക്ഷകർക്ക് എങ്ങനെ സ്വീകരിക്കുന്നു എന്നുള്ള രീതിയിലായിരിക്കും. ഞാൻ പേരെടുത്ത് പറയുന്നില്ലെങ്കിൽ ഇവിടെ ഇപ്പോൾ വന്ന് 100 കോടി 200 കോടി കളിച്ച സിനിമകൾ, ആ സിനിമയെക്കാളും ബെറ്ററായിട്ടുള്ള അല്ലെങ്കിൽ ആ സിനിമകളെക്കാളും നല്ലതായിട്ടുള്ള സിനിമകൾ എത്ര സിനിമകൾ വന്നിട്ടുണ്ട്. ആ സിനിമകൾ പോലും വിജയിക്കാതെ പോയിട്ടുണ്ട്. പക്ഷേ ഓരോ സിനിമകൾക്ക് ചില ഭാഗ്യം എന്ന് പറഞ്ഞ പോലെ തന്നെ ഓരോ സമയത്തിൻ്റെ ഉണ്ടായിരിക്കും, ഇറങ്ങുന്ന സമയത്തിൻ്റെ ചില കണ്ടന്റുകൾ ആൾക്കാർക്ക് കൂടുതൽ സ്വീകരിക്കും അല്ലേ, എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും. അതുകൊണ്ടും കുറേ സിനിമകൾ വിജയിച്ചാൽ അപ്പോൾ ഒരു സിനിമേനെ താത്തി കെട്ടി മറ്റൊരു സിനിമ നല്ലതാണെന്ന് പറയും. അതേപോലെ തന്നെ ഇപ്പോഴത്തെ പ്രത്യേകത ഇപ്പോഴത്തെ ജനറേഷനിലെ
ചെറുപ്പക്കാർക്ക് ഇഷ്ടപ്പെടുന്ന കണ്ടൻറ്റുകൾ അങ്ങനെയുള്ള കഥാപാത്രങ്ങളും അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്റ്റോറിക്ക് വരുമ്പോഴാണ് കൂടുതൽ വിജയിക്കുന്നതായി കാണുന്നത്. ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ പ്രായം എന്താ പറയുക ഒരു ഏജ് മുകളിലുള്ള നമ്മളെപ്പോലുള്ളൊരു ഏജുള്ള ആൾക്കാർ അവരുടെ എല്ലാ ഇപ്പോൾ കാലഘട്ടം, അതായത് ചെറുപ്പക്കാർ എങ്ങനെയാണ് സിനിമേനെ നോക്കി കാണുന്നത്, ആ സിനിമ അത് അങ്ങനെയായിരിക്കും വിജയം ഇപ്പോൾ ഇവിടെ ഉണ്ടാവുന്നത്. ചെറുപ്പക്കാർക്ക് ഇഷ്ടപ്പെട്ടാൽ സിനിമ വിജയിച്ചു എന്നാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ മുതിർന്നവരും ചെറുപ്പക്കാരെ ആ എന്താ പറയുക അവരുടെ ടേസ്റ്റിലേക്ക് ചേർന്നു എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാൻ സാധിക്കും. വേറെ എന്താ പറയാൻ, അതുപോലെ തന്നെ നമുക്ക് ടർബോന് സിനിമയെക്കുറിച്ച് നമുക്ക് കൂടുതൽ സംസാരിക്കാം. ടർബോ ഈ പറഞ്ഞ പോലെ ടർബോ എന്ന സിനിമ ഏറ്റവും കൂടുതൽ ജനങ്ങൾ പ്രതീക്ഷിച്ച് അല്ലെങ്കിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമയാണ്. മമ്മൂക്ക നമുക്കെല്ലാവരും, ഞാൻ മുമ്പും പല എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ മമ്മൂക്ക ഈ 73-ാം വയസ്സ് ഇപ്പോൾ അടുത്ത് തന്നെ അദ്ദേഹത്തിനാവും. ഈ പ്രായത്തിലും ചെറുപ്പക്കാരുടെ കൂടെ നിന്നുകൊണ്ട് അദ്ദേഹത്തിന് ചുറ്റിലും ചെറുപ്പക്കാരാണ്, ചെറുപ്പക്കാരെ കൂടെ നിർത്തിക്കൊണ്ട് അദ്ദേഹം തന്നെ പഴയ അദ്ദേഹത്തിൻ്റെ പ്രൊഡക്ഷൻ കമ്പനി ഉണ്ടായിരുന്നു, അതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് പുതിയൊരു പ്രൊഡക്ഷൻ കമ്പനി രൂപീകരിക്കുകയും, അതായത് പ്ലേ ഹൗസ് എന്നൊക്കെ കൊണ്ട് അദ്ദേഹത്തിൻ്റെ ആയിരുന്നു മുമ്പ്. പക്ഷേ ഇപ്പോൾ ആൾ മമ്മൂട്ടി കമ്പനി എന്ന് പറഞ്ഞൊരു പ്രൊഡക്ഷൻ യൂണിറ്റ് ഉണ്ടാക്കുകയും അതിലൂടെ വന്നുള്ള സിനിമകൾ, എല്ലാ സിനിമകളും ഇപ്പോൾ 5ാമത്തെ സിനിമയാണ് ഈ സിനിമ. അപ്പോൾ ഈ സിനിമ 5ാമത്തെ സിനിമ, മറ്റുള്ള സിനിമ 4 സിനിമകളും ശരിക്കും പറയാൻ വെച്ചാൽ പരീക്ഷണ ചിത്രങ്ങൾ തന്നെയായിരുന്നു. അപ്പോൾ ഈ 4 സിനിമകളും പരീക്ഷണ ചിത്രങ്ങളായിട്ട് പോലും ഈ 4 സിനിമകളും വമ്പൻ വിജയം കൈവരിച്ച സിനിമകളാണ്. അതായത് വെറൈറ്റിയുള്ള സിനിമകളായിരുന്നു. നൻപകൽ നേരത്ത് മയക്കായാലും, കാതലായാലും, കണ്ണൂർ സ്ക്വാഡ് ആയാലും, അതൊക്കെ ഒരു വ്യത്യസ്തമായ ജോണർ. ഇതെന്ന് പറഞ്ഞാൽ അടിച്ചു പൊളിക്കാനുള്ള ഒരു പടം. അപ്പോൾ എല്ലാതരം പ്രേക്ഷകർക്ക് സിനിമ വേണം. അപ്പോൾ മമ്മൂട്ടി ഫാൻസ് അല്ലെങ്കിൽ ചെറുപ്പക്കാരായിട്ടുള്ള മമ്മൂട്ടി ഫാൻസിനും അവർക്കും വേണ്ടിയിട്ടുള്ളൊരു സിനിമ എന്നുള്ള രീതിയിലാണ് ഈ സിനിമ ടർബോ ചെയ്യുന്നത്. അതുകൊണ്ടാണ് അപ്പോൾ മറ്റുള്ള എല്ലാ നടന്മാരും അങ്ങനെ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ അപ്പോൾ ഒരു എൻ്റർടൈൻമെൻറ്റ് സിനിമ വന്നാൽ തന്നെയാണ് ആളുകൾ ചിലപ്പോൾ അതിന് 2 ഭാഗം പറയുന്നവരുണ്ടായിരിക്കും. മിക്കവാറും എല്ലാ സിനിമകളും എൻ്റർടൈൻമെൻറ്റ് സിനിമകൾ, എല്ലാ സിനിമകളും മിക്കവാറും എന്നല്ല, ഏതൊരു വമ്പൻ ഹിറ്റായിട്ടുള്ള 100 ദിവസം 200 ദിവസം കളിച്ചുള്ള പണ്ടത്തെ സിനിമകളായാലും അല്ല കോടികൾ കളക്ട് ചെയ്ത സിനിമകളായാലും 2 അഭിപ്രായം വരും. ഇപ്പോൾ മുൻകൂട്ടി നമ്മൾ പറയുകയാണ്, പബ്ലിക്കായി തന്നെ പറയുകയാണ്, ഇപ്പോൾ ടർബോ എന്ന സിനിമ വന്നു കഴിഞ്ഞാൽ 2 അഭിപ്രായം വരുന്നുള്ളത് 100% ഉറപ്പാണ്. എൻ്റർടൈൻമെൻറ്റ് സിനിമകൾ അങ്ങനെയാണ് അല്ലേ? അതാ ഇപ്പോൾ അതിന് ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ അടുത്തിറങ്ങിയിട്ടുള്ള സിനിമയാണ് പവി കെയർ ടേക്കർ, ദിലീപ്. ഒപ്പം തന്നെ ഫഹദ് ഫാസിലിൻ്റെ ആവേശം ഇറങ്ങി. ഈ 2 സിനിമകളും രണ്ടും 2 രീതിയിലാണ്. ഇപ്പോഴത്തെ ചെറുപ്പക്കാരുടെ ഒരു ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ എന്ന് പറയുന്നത് ആവേശമാണ്. എങ്കിലും പച്ചക്കറി മേടിച്ച് വീട്ടിൽ പോകുന്ന അല്ലെങ്കിൽ അധ്വാനിച്ച് കഴിയുന്ന ഒരു പ്രായമായിട്ടുള്ള ഒരു വ്യക്തിക്ക് ഇഷ്ടപ്പെടുന്നത് പവി കെയറാണ്. ഈ 2 സിനിമ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് പോണത്. അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളൊക്കെ ജീവിക്കുന്നത് കാളവണ്ടി മുതൽ ബെൻസ് വരെ നമ്മൾ കണ്ടു. കാളവണ്ടി പോകണമെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്, ബെൻസിലും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതേപോലെയാണ് ഇപ്പോൾ 2ഉം കൂടി ഒരുമിച്ച് വന്നിട്ടുള്ള ഒരു ടൈമാണ്. ഇപ്പോൾ കാളവണ്ടി റോഡ് കൂടെ പോകുന്നുണ്ട്, ബെൻസ് ഒരുമിച്ച് പോകുന്നുണ്ട്. 2 മനുഷ്യരും ഇവിടെ താമസിക്കുന്നുണ്ട്. അപ്പോൾ ഈ 2 പേർക്കുള്ള ഐറ്റം തന്നെയാണ് സിനിമകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ പകുതി പേർക്ക് ഇഷ്ടമുണ്ടാവാം, പകുതി പേർക്ക് ഇഷ്ടക്കുറവുണ്ടാവാം. ഈ മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് 2 കാലഘട്ടത്തിലും സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാളവണ്ടിയുടെ സിനിമ എടുക്കുന്നുണ്ട്, ബെൻസിൽ പോണ സിനിമ എടുക്കുന്നുണ്ട്. അദ്ദേഹം അതുകൊണ്ട് തന്നെയാണ് വിജയിക്കുന്നതും ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നതും. മറ്റുള്ള ആർട്ടിസ്റ്റുകൾക്ക് അതില്ലാതെ പോകുന്നതിൻ്റെ ചെറിയൊരു പ്രശ്നമാണ് ഇപ്പോൾ അവരുടെ സിനിമകൾ വല്ലാണ്ട് ഡൗൺ ആവണതിൻ്റെ കാരണങ്ങൾ. അപ്പം മമ്മൂട്ടി എന്ന് പറയുമ്പോൾ, മമ്മൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താരവും ഒപ്പം തന്നെ നടനുമാണ്. 2ആണ്, അതായത് തൊട്ടിൻ്റെ 2 വശങ്ങൾ പോലെയാണ്, ഹെഡും ടൈലെന്ന് പറഞ്ഞ പോലെ. മമ്മൂട്ടി അതുകൊണ്ടാണ് സിനിമ നല്ല രീതിയിൽ പിടിച്ചു നിർത്തുന്നത്. ഇത്രയും നാളും ദാസേട്ടൻ പറഞ്ഞ പോലെ ഇത്ര നാളും പരീക്ഷണങ്ങളാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇത് ഫാൻസിന് വേണ്ടിയിട്ട്, ഫാൻസ് ഉറങ്ങായിരുന്നു, പരീക്ഷണത്തിന് വിട്ടുകൊടുത്തപ്പോൾ ഫാൻസ് ഉറങ്ങിപ്പോയി. അതായത് വർണ്ണക്കടലാസുകൾ ആവശ്യം വന്നിട്ടില്ല ഇപ്പോൾ ഈ അടുത്തിറങ്ങിയ സിനിമകൾക്ക്. അതുപോലെ തന്നെ പൂച്ചെണ്ടുകളും പാലഭിഷേകവും നടക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. പക്ഷേ ഇപ്പോൾ നാളെ ടർബോ വരികയാണെങ്കിൽ പാലുൽപ്പന്നങ്ങൾ, അതായത് പാൽ പാക്കറ്റ് കൂടുതലടിക്കും, പിന്നെ വർണ്ണക്കടലാസുകൾ കൂടുതലായി കട്ട് ചെയ്ത് വെക്കും. ടർബോ സിനിമയ്ക്ക് ആവേശം ഇതാണ്. അപ്പോൾ മമ്മൂട്ടി ഉറങ്ങിക്കിടക്കുന്നവരെ ഉണർത്താനുള്ള സാധനമാണ് ഈ ടർബോ എന്ന് പറയുന്നത്. നല്ല ബുദ്ധിമാനാണ് മമ്മൂട്ടി, നടനൊപ്പം തന്നെ നല്ലൊരു ബുദ്ധിമാനും ബിസിനസ്മാനും കൂടിയാണ്. ബിസിനസ്മാൻ എന്ന് ഞാൻ പറയുന്നില്ല, കാരണം എല്ലാവരും ബിസിനസ് തന്നെയാണല്ലോ, നമ്മളും ബിസിനസ് തന്നെയാണ് ഒരു വശം. പക്ഷേ ഞാൻ പറയുന്നത് മമ്മൂട്ടി എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരാളാണ്. നമുക്ക് എല്ലാവരും ശ്രദ്ധിക്കാൻ കഴിയില്ല, ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് സിനിമകൾ ഇപ്പോൾ ഡൗൺ ആയെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. മമ്മൂട്ടി എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരാളാണ്. ഓഫായി എന്താ ഉറങ്ങി കിടക്കണേ, അങ്ങോട്ട് പോരെ, അതിനുള്ള സാധനം ഞാൻ തിയേറ്ററിൽ തരാം, അവനും എനിറ്റു.
ആരാധകരെല്ലാവരും N2 അങ്ങനെയുള്ള സാധനമാണ് മമ്മൂട്ടി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് മമ്മൂട്ടിയുടെ പടങ്ങൾ വിജയിക്കണം എന്നുള്ളതിന് യാതൊരു ഈ പറഞ്ഞത് കറക്റ്റ് ആണോ ചേട്ടാ? 100% അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. കാരണം അറിയാം, മമ്മൂക്ക എന്ന് പറഞ്ഞതിൽ മമ്മൂക്കയുടെ ഏറ്റവും വലിയ പ്രത്യേകത അങ്ങനെയാണ്. ആള് കമേഴ്ഷ്യൽ സിനിമകളും ചെയ്യും, അതേപോലെ തന്നെ എന്താ പറയുക, കുറച്ചും കൂടിയും കലാപരമായിട്ടുള്ള സിനിമകളും ഒരുമിച്ച് കൊണ്ടുപോകുന്ന വ്യക്തിയാണ്. പണ്ടേ മുതൽ, ഇന്ന് തുടങ്ങിയതല്ല ആള്, പണ്ടേ മുതൽ. അതുപോലെ അത് രാജമാണിക്കായാലും വലിയേട്ടനായാലും ഇപ്പം അടുത്ത കാലത്ത് വന്ന ഷൈലോക്ക് എന്ന് പറഞ്ഞ സിനിമയായാലും ആ സിനിമ പോലെ ആ സിനിമ പോലും ഇതുപോലെ കമേഴ്ഷ്യൽ ആയിട്ടുള്ള വേണ്ടി സംഭവങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള സിനിമകൾക്ക് രണ്ടഭിപ്രായം എന്തായാലും വരും. മമ്മൂക്കാനെ കൂടുതൽ ഇഷ്ടപ്പെടുന്നവർക്ക് അത് കൂടുതൽ ഇഷ്ടവും. ഇനി കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ പോകുന്ന ആൾ ഇപ്പോൾ പറയുകയാണെങ്കിൽ ഒരു ഇടിക്ക് അവൻ പറന്നുപോയി, അയ്യോ ഒന്നും നടക്കണ കാര്യമില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ആ മൈൻഡിൽ നമ്മൾ ഒരിക്കലും പോയി കാണാൻ പറ്റില്ല. കമേഴ്ഷ്യൽ സിനിമയിൽ അങ്ങനെ തന്നെയാണ്. അങ്ങനെ തന്നെ ഉണ്ടെങ്കിൽ തന്നെയാണ് വിജയിക്കുള്ളൂ. അത് കുറ്റപ്പെടുത്താൻ ഒരുപാട് പേരുണ്ട്, കുറ്റപ്പെടുത്താൻ ഒരുപാട് പേരുണ്ടാവും. പക്ഷേ അങ്ങനെ ഒരു സിനിമയാണ് എല്ലാവരും ഉള്ളിൽ ആഗ്രഹിക്കുന്നുണ്ടാവുക. തിയേറ്ററിൽ വന്നിരിക്കുന്നത് എല്ലാവർക്കും 100,000 പ്രശ്നങ്ങൾ, പണ്ടത്തെ പോലെ ഇല്ല കേട്ടോ. ഇപ്പോഴത്തെ ആളുകൾക്ക് എല്ലാവർക്കും 100,000 പ്രശ്നങ്ങളുണ്ടാവും. സ്ട്രെസ്സാണ്, സാമ്പത്തിക പ്രശ്നങ്ങളും അല്ലാതെ 100,000 പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ഒരു 2 മണിക്കൂർ 2.5 മണിക്കൂർ തിയേറ്ററിൽ വന്നിരിക്കുന്നത് അവർ അതൊക്കെ മറക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള സിനിമകൾ, കമേഴ്ഷ്യൽ സിനിമകൾ വന്നാൽ തന്നെയാണ് ആളുകൾക്ക് ആ 2-2.5 മണിക്കൂർ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള സിനിമ തന്നെയാണ് മമ്മൂക്ക പ്ലാൻ ചെയ്തിട്ടുള്ളത്. എല്ലാവരും ഇന്ന് ലോകം മുഴുവൻ കാത്തിരിക്കുന്ന സിനിമയാണ്. കാരണം 500ഓളം മമ്മൂക്കയുടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. കാരണം മമ്മൂക്ക കുറച്ച് നാളുകളായിട്ട് അദ്ദേഹം സിനിമ ചെയ്താലും അദ്ദേഹം കൃത്യമായി അത് മാർക്കറ്റ് ചെയ്യണില്ല എന്നൊരു കംപ്ലൈൻറ്റ് എല്ലാവർക്കും ഉണ്ടായിരുന്നു. നമ്മൾ തന്നെ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ മമ്മൂക്ക അത് ബുദ്ധിപൂർവ്വം ചെയ്തത് തന്നെയാണ്. അല്ലാതെ മമ്മൂക്കയ്ക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. എല്ലാ വിഷയത്തിനെ കുറിച്ച് അറിയുന്ന, ശരിക്കും മലയാളത്തിൽ എല്ലാവരും പറയുന്നത് എന്താ വെച്ചാൽ മമ്മൂക്കയുടെ പോലെ എല്ലാ വിഷയങ്ങളും അറിയുന്ന ഒരാളും മലയാള സിനിമയിലില്ല എന്ന് പറയുന്നത്, ഏത് രീതിയിലുള്ള കാര്യങ്ങളായാലും. അപ്പം നമുക്കത് അറിയാണ്ടൊന്നുമല്ല. ഇപ്പോൾ കണ്ണൂർ സ്ക്വാഡ് എന്ന പോലെ സിനിമ, ബ്രഹ്മയുഗം പോലെ സിനിമ, ആ സിനിമയൊന്നും വലിയ പബ്ലിസിറ്റിയിൽ വന്നതല്ല. അദ്ദേഹം തന്നെ പറഞ്ഞു അതങ്ങനെ മതി, കുറച്ച് തിയേറ്ററിൽ മതി. ബ്രഹ്മയുഗമൊക്കെ വളരെ കുറച്ച് തിയേറ്ററിൽ റിലീസ് ചെയ്തത്, അതിൻ്റെ ആവശ്യമുണ്ടെന്നുള്ള ആൾ വിചാരിച്ചത് എത്ര, അത് 2-3 ആഴ്ച തിയേറ്ററിൽ 3-4 ആഴ്ച കളിക്കണം. അത് അങ്ങനെ കഴിഞ്ഞിട്ട് മതി. അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് ചിലപ്പോൾ ഒരു 500 തിയേറ്ററിൽ കൊടുത്താൽ ഭൂം എന്ന് വെച്ചിട്ട് എല്ലാവരും കണ്ട്, അതായത് ഒരു പരീക്ഷണ ചിത്രമാണത്. അത് എങ്ങനെയാണ്, അത് ആകെ 3 പേരും മാത്രം അഭിനയിച്ച സിനിമയാണ്. അതെങ്ങനെയാണ് റിസൾട്ട് ഉണ്ടാവുന്നത് അവർ പോലും ചിന്തിച്ചില്ല. പക്ഷേ ആ പടം വലിയ രീതിയിൽ വിജയിക്കും ചെയ്തു. മമ്മൂക്കയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിനയത്തിന് നാഴികക്കല്ലായി മാറും ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹം ഈ സിനിമ ചെയ്യണത്. ഈ സിനിമ എന്ന് പറയുന്നത്, ടർബോ എന്ന സിനിമ എന്തായാലും കേരളം മാത്രമല്ല 500 തിയേറ്ററിൽ, കേരളത്തിൽ 500 തിയേറ്ററിലുണ്ട്. അതുപോലെ തന്നെ പുറത്തുള്ള എല്ലാ രാജ്യങ്ങളിലും. അതായത് മമ്മൂക്കയുടെ ആളിക്കത്തും മമ്മൂക്കയുടെ മകൻ വേഫറർ ഫിലിംസിൻ്റെ, അതായത് ദുൽഖർ സൽമാൻ്റെ വേഫറർ റിലീസാണ് ചെയ്യുന്നത്. അവർ കൃത്യമായി പ്ലാൻ ചെയ്തുകൊണ്ട് എല്ലാ രാജ്യങ്ങളിലും ഓരോ ദിവസം റിലീസാണ്. കോടികൾ വാരും. മിനിമം ഇപ്പോഴും തന്നെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നിൽക്കുന്ന സിനിമ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഡേ കളക്ഷൻ ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് ദുൽഖറിൻ്റെ തന്നെ സിനിമയാണെന്ന് എൻ്റെ അറിവ്. ഏറ്റവും കൂടുതൽ കളക്ഷൻ നിൽക്കുന്നത് അതിനെ തകർക്കാൻ വേണ്ടിയിട്ട് അവർ തന്നെ വരികയാണ്. മകനാണ് മുമ്പ് തിരുത്തി വെച്ചിട്ടുള്ളതെങ്കിൽ കിങ് ഓഫ് കൊത്തയുടെ കളക്ഷനാണ് ഏറ്റവും കൂടുതൽ കളക്ഷൻ. ഫസ്റ്റ് ഷോയിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ ഉള്ളത് 7 കോടി എത്രയാണ് കൃത്യമായിട്ട് എനിക്കറിയില്ല. ആ കളക്ഷൻ വെട്ടിക്കാൻ അച്ഛൻ വരുന്നത്, ബാപ്പു വരുന്നത്. അപ്പോൾ എന്തായാലും ഉണ്ടാവും. ഇപ്പോൾ ഓരോ വിഷയങ്ങൾ മമ്മൂക്കേനെ തോൽപ്പിക്കാൻ വേണ്ടി പല വിഷയങ്ങളൊക്കെ വന്നത്. എന്തായാലും ഒരു മമ്മൂക്കയുടെ ആരാധകൻ എന്ന നിലയ്ക്ക് ഞാനൊക്കെ സന്തോഷിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വന്നോടുകൂടിയിട്ട് സിനിമ ടർബോ എന്ന് പറഞ്ഞ സിനിമ എല്ലാവരും ഏറ്റെടുത്തിരിക്കുകയാണ്. ആ സിനിമ വിജയിപ്പിക്കേണ്ടത് പൊതുസമൂഹത്തിൻ്റെ, കേരളത്തിൻ്റെ മമ്മൂക്കേനെ സ്നേഹിക്കുന്ന എല്ലാവരും. ഇവിടെ രാഷ്ട്രീയമില്ല, മതമില്ല, ഒന്നുമില്ല. അത് നമ്മുടെ ഒരു വാശിയാണ്. എന്തായാലും ടർബോ എന്ന് പറഞ്ഞ സിനിമ ഗംഭീര വിജയമായിരിക്കും. ഓരോരുത്തരും എല്ലാവരും പറയുന്നത് ആ സിനിമ അത്ര മോശമായാൽ പോലും 5-10 തവണ കാണുമെന്നാണ് ആളുകൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതേപോലത്തെ ഒരു സിനിമയായിരിക്കും എന്തായാലും ഞങ്ങൾക്ക് അത്രമാത്രം പ്രതീക്ഷയാണ് സിനിമയിൽ. ഗംഭീരമാവുമെന്ന് ഞാൻ പറയുന്നു. അപ്പോൾ എല്ലാവിധ ആശംസകളും ദാസേട്ട. ടൈം ഓക്കെ.